My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 320ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ അർജൻറ്റം മെറ്റാലിക്കം എന്ന അധ്യായം ആരംഭിക്കുകയാണ്. വളരെയധികം ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റിസോറിക്കും ആൻറ്റിസൈക്കോട്ടിക്കുമാണ് അർജൻറ്റം മെറ്റാലിക്കം. ഈ ഔഷധം മനുഷ്യനെ മൊത്തത്തിൽ ബാധിക്കുന്നു, വിശേഷിച്ചും ബൗദ്ധിക മണ്ഡലത്തെ സ്വാധീനിക്കുന്നു, ഓർമ്മയുടെ മറ്റൊക്കെ മണ്ഡലത്തെ സ്വാധീനിക്കുന്നു. അതുപോലെ ശരീര തരുണാസ്ഥികളുടെ മേഖലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും അർബുദം പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അർബുദത്തിന് ചില അവസ്ഥകളിൽ സുഖപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥകളിൽ ഇത് നല്ലൊരു പാലിയേറ്റീവായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ അധികം ഉപകരിക്കുന്നൊരു ഔഷധമാണിത്. അതുപോലെ ഈ വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ, ചിന്തകന്മാർ, ഗവേഷകർ തലച്ചോറിന് ക്ഷീണിപ്പിക്കുന്ന ജോലികൾ ചെയ്ത് വല്ലാതെ അവശതയിലായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലുള്ള അവസ്ഥയുള്ളവർക്കൊക്കെ ജനറൽ കണ്ടീഷൻസ് യോജിക്കുകയാണെങ്കിൽ അവരെയൊക്കെ സുഖപ്പെടുത്തുന്ന ഒരു ഔഷധമാണിത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. We will take the study of metallic silver. No wonder that it is a very deep acting remedy, for it has been used symbolically and medically throughout the history. ചരിത്രത്തിൽ മുഴുവൻ സ്വർണവും വെള്ളിയും ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഉപയോഗം, അതൊരു ആഭരണം എന്നൊരു തരത്തിൽ, ഒരു അലങ്കാര വസ്തു എന്ന തരത്തിൽ അതിനൊരു പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സാങ്കല്പികമായിട്ട് ഉള്ള ചില ഉപയോഗങ്ങൾ വന്നിട്ടുണ്ട്. കൂടാതെ അനുഭവങ്ങളുടെ അടിസ്ഥാനമാക്കി പ്രാദേശികമായിട്ടുള്ള ആയുർവേദം പോലെയുള്ള സിദ്ധ വൈദ്യമൊക്കെ പോലെയുള്ള ചികിത്സാരീതികളിലെ തത്വങ്ങൾക്കനുസൃതമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വൈദ്യശാസ്ത്രത്തിലും വെള്ളിയും സ്വർണവും ചെമ്പും ഒക്കെ ഉപയോഗിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഹോമിയോപ്പതിയിൽ അത് ഔഷധ രീതിയിൽ ഇതിനെ പൊട്ടൻസൈസ് ചെയ്ത് അത് വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഔഷധമായി കണ്ടെത്തുകയാണ് ചെയ്തത്. ഇറ്റ് ഹാസ് ബീൻ എ വാല്യുബിൾ സബ്സ്റ്റൻസ് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി. ഇറ്റ്സ് ആൻ ആൻറ്റിസോറിക് ആൻഡ് ഫ്രം ഇറ്റ്സ് സിംറ്റംസ് ഐ ബിലീവ് ഇറ്റ് ടു ബി ആൻ ആൻറ്റിസൈക്കോട്ടിക്. പൊതുധാരണയ്ക്ക് അപ്പുറമായിട്ട് കെൻ്റ് തൻ്റെ ഒരു വിലയിരുത്തൽ പറയുകയാണ്, ഇതൊരു ആൻറ്റിസൈക്കോട്ടും കൂടി ആയിരിക്കണം. കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ ആ ദിശയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു ലൈഫ്, ജീവൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിരുന്നു. എസ്പെഷ്യലി എഫക്ട്സ് ദ നെർവ് ഷീറ്റ്സ്, നാഡികളുടെ കവചത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നു. ഹാസ് കംപ്ലൈൻസ് അലോങ് ദ നെർവ്സ്, നാഡികൾ പോകുന്ന പാതകളിലൊക്കെ പ്രശ്നങ്ങൾ കാണിക്കും. ഓൾ കാർട്ടിലേജസ് ഇൻ ദ ബോഡി ആർ അഫക്റ്റഡ് ബൈ ഇറ്റ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള തരുണാസ്ഥികൾ, സന്ധികൾ, ചെവി, മൂക്ക്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ള എല്ലാ തരുണാസ്ഥികളെയും ലോഹരൂപത്തിലുള്ള വെള്ളി അതിൻ്റെ ഉപയോഗം ബാധിക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് എ hypertrophy of cartilages, a thickening of the cartilaginous portions of joints, of the cartilage of the ears and of the nose. മൂക്ക്, ചെവി, സന്ധികൾ തുടങ്ങിയ ഭാഗങ്ങളിലുള്ള ഈ തരുണാസ്ഥികളെയൊക്കെ ഇത് അതിൻ്റെ ഒരു വികാസം ഉണ്ടാക്കി വലുതാക്കൽ, വളർച്ചയൊക്കെ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ അതൊക്കെ മുഴകളുടെ അവസ്ഥയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സാധാരണ കട്ടിയാകുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. Produces cartilaginous growths and tumors, infiltrations. ചില സ്ഥലങ്ങളിൽ അത് മുഴകളായി മാറുന്നു. അവിടെ മറ്റു പദാർത്ഥങ്ങൾ വന്ന് അടിഞ്ഞ് അത് കല്ലിക്കുന്നു, കട്ടിയാകുന്നു. ഇറ്റ് അഫക്ട്സ് എ നെർവ് സബ്സ്റ്റൻസ്. ഇറ്റ്സ് എ ഡീപ്പ് ഓർഗാനിക് റെമഡി. ഇറ്റ് ഈസ് മോർ ദാൻ ആൻ ഓർഡിനറി റെമഡി. ഒരു സാധാരണ ഔഷധം എന്നതിനേക്കാൾ ഉപരി എന്താണത്? ഇറ്റ് അഫക്ട്സ് ഓൾ ദെറീസ് ഓഫ് മാൻ. മനുഷ്യനിലുള്ള എല്ലാ കാര്യങ്ങളെയും, എല്ലാ മണ്ഡലങ്ങളെയും ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് സാമാന്യത്തിൽ കവിഞ്ഞ ഒരു മൂല്യം അർജുനം മെറ്റാലിക്കത്തിനുണ്ട് എന്ന് കെൻ്റ് പറയുകയാണ്. ഇൻ ദോസ് നെർവ് ഫൈബേഴ്സ് എസ്പെഷ്യലി ദാറ്റ് ക്യാരി മെസ്സേജസ്, സന്ദേശങ്ങൾ സംവഹിച്ചു കൊണ്ടുപോകുന്ന നാഡികളെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ, ചിന്തകൾ ഒക്കെ അത് പ്രശ്നമാണ്. ഇറ്റ് അഫക്ട്സ് ദ ബ്രെയിൻ ഇൻ എ വെരി പ്രൊഫൗണ്ട് മാനർ. വളരെ അഗാധമായി തലച്ചോറിനെ ഇത് ബാധിക്കുന്നു. ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ചസ് ആൻഡ് ഗ്രാജുവൽ സോഫനിങ്, മാറ്റങ്ങൾ വരുത്തി
ക്രമേണ തലച്ചോറ് മൃദുവായിത്തീരുന്നൊരവസ്ഥ വരുന്നു. എ സ്ട്രെയിൻ ഫീച്ചർ അബൌട്ട് ഇറ്റ് ഇൻ ഇറ്റ്സ് ജനറൽ ആക്ഷൻ അപ്പോൺ മാൻ ഈസ് ദാറ്റ് ഇറ്റ് സിംഗിൾസ് ഔട്ട് മോസ്റ്റ്ലി ദ ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റീസ്. മനുഷ്യൻ്റെ ബൗദ്ധിക മണ്ഡലത്തെ ഇത് തെരഞ്ഞുപിടിച്ച് ബാധിക്കുന്നു ബൗദ്ധിക മണ്ഡലത്തിൽ. ഇറ്റ് സ്കേഴ്സ്ലി ഡിസ്റ്റർബ്സ് ഹിസ് അഫെക്ഷൻസ്. അയാളുടെ ഇഷ്ടങ്ങളെ നമ്മൾ നേരത്തെ ഓറമെറ്റാലിക്കത്തിൽ കണ്ടു, അവിടെ ഇഷ്ടങ്ങളിലാണ്, അഫെക്ഷൻസിലാണ് കാര്യമായിട്ട് ബാധിക്കുന്നത്. പക്ഷെ വെള്ളി അങ്ങനെയല്ല, വെള്ളി ബുദ്ധിയുടെ മണ്ഡലത്തിലാണ് കാര്യമായിട്ട് ബാധിക്കുന്നത്. ഓൺലി മേക്ക് സ്ലൈറ്റ് ആൻഡ് വേഗ് ചേഞ്ചസ് ഇൻ ദ വോളണ്ടറി സിസ്റ്റം. വോളണ്ടറി സിസ്റ്റത്തിൽ വളരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ, അതായത് വില്ലിൻ്റെ മണ്ഡലത്തിൽ. ബട്ട് ദ മെമ്മറി, ദ ഇൻ്റലക്ച്വൽ പാർട്ട് ഓഫ് മാൻ ഈസ് ഡിസ്റ്റർബ്ഡ് ഇൻക്രീസിംഗ്ലി ടു ഇംബസിലിറ്റി. അപ്പോൾ ഓർമ്മ, ബുദ്ധിയുടെ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർമ്മ, അതിനെ ബാധിച്ചിട്ട് അയാളുടെ ഒരുതരം ബുദ്ധിമാന്യത്തിലേക്ക് ആ രോഗിയെ കൊണ്ടുയെത്തിക്കുന്നൊരവസ്ഥ അർജൻറ്റം മെറ്റാലിക് ഉണ്ടാക്കുന്നുണ്ട്. ഇൻ ഗ്രേറ്റ് സഫറിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്. വലിയ സഹനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ് അർജൻറ്റം മെറ്റാലിക്കം. അർജൻറ്റം മെറ്റാലിക്കം പേഷ്യൻസ് വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാകാം. ഇറ്റ് അഫക്ട്സ് ഹിസ് എബിലിറ്റി ടു റീസൺ. യുക്തിപൂർവ്വം ചിന്തിക്കാൻ, കാര്യകാരണ സഹിതമായിട്ടൊരു കാര്യത്തെ വിലയിരുത്താനുള്ള കഴിവിനെ അർജൻറ്റം ബാധിക്കുന്നു. ഇൻ നിയർലി ഓൾ ദ ഹെഡേക്സ് ആൻഡ് പെയിൻസ് ഇൻ ദ ബാക്ക് ആൻഡ് റണ്ണിങ് ടിയറിംഗ് പെയിൻസ് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ഓവർ ദ ബോഡി, ഇറ്റ് ഡിസ്റ്റർബ്സ് ഹിസ് മെമ്മറി ആൻഡ് റീസണിങ് ഫാക്കൽറ്റീസ്. അപ്പോൾ ശരീരത്തെ മുഴുവൻ, തലയെയും ശരീരത്തെയും മുഴുവൻ ഇത് ബാധിച്ച് ആകെ വലിച്ചു കീറുന്ന, വല്ലാതെ ഡിസ്ട്രസ്സിലാക്കുന്ന വേദനകളുണ്ടാക്കി, അയാളുടെ ഓർമ്മയെ ബാധിച്ച്, ഓർമ്മയെ കലുഷിതമാക്കി, അയാളുടെ യുക്തിചിന്തയുടെ മണ്ഡലങ്ങളെയൊക്കെ കുഴപ്പത്തിലാക്കിയിട്ട് അയാളെ ചിന്തിക്കാനുള്ള കഴിവിനെ പോലും ഇത് ഇല്ലാതാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആൻഡ് ഇറ്റ് കംസ് ഓൺ പേഴ്സൺസ് ഹു ആർ ഇൻ ദ ഹാബിറ്റ് ഓഫ് ലേബറിങ് വിത്ത് ദ ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റീസ്. ബുദ്ധിപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളെ ഈ ഔഷധം അവർക്ക് വേണ്ടിവരും. ബിസിനസ്മാൻ വളരെയധികം ഇൻ്റലക്ച്വൽ ലേബർ എപ്പോഴും ബുദ്ധി ഉണർന്നിരിക്കേണ്ട ഒരു ഘട്ടമാണ്. സ്റ്റുഡൻസ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിയുടെ മണ്ഡലം ഇൻവോൾവ് ആകുന്നു. റീഡേഴ്സ് വായനക്കാർ, വായിച്ച അറിവുകൾ ശേഖരിക്കുന്നവർ. ആൻഡ് തിങ്കേഴ്സ് ചിന്തകന്മാർ. ബുദ്ധിജീവികൾ എന്നൊക്കെ നമ്മൾ തെറ്റായ രീതിയിൽ പറയുന്ന പദം, ചിന്തകന്മാർ. റീസണേഴ്സ് കം ടു എ പോയിന്റ് വെൻ ദേ ക്യാൻ നോ ലോങ്ങർ റീസൺ. കാര്യങ്ങളെ യുക്തിബദ്ധമായിട്ട് വിലയിരുത്തുന്ന ആളുകൾ, ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരാകാം, ചിന്തകരാകാം, നിയമവിദഗ്ധരാകാം, അവരൊക്കെ യുക്തി പ്രയോഗിക്കേണ്ട ആളുകളാണ്. അവർക്ക് ആ യുക്തി പ്രയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ ചെല്ലുന്നു. അവരുടെ ഇൻ്റലക്റ്റ് അങ്ങനെ ബാധിക്കപ്പെടുന്നു. In nearly all the headaches and pains in the neck and rending tearing pains that it produces over the body, it disturbs his memory and reasoning faculties. അപ്പോൾ മുതുകിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന, വലിച്ചു കീറുന്ന, പ്രയാസത്തിലാക്കുന്ന, വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന തരം വേദനകൾ അനുഭവിക്കുന്ന ആളിൽ അത് ബുദ്ധിയുടെ മണ്ഡലത്തിലേക്കും അയാളുടെ പ്രശ്നങ്ങൾ കടന്നു ചെല്ലുന്നു. അതിനെ ബുദ്ധിയുടെ മണ്ഡലത്തെ, ഈ വേദന നിറഞ്ഞ ശരീരം ബുദ്ധിയുടെ മണ്ഡലത്തെയും കുഴപ്പത്തിലാക്കുന്നു. ചിന്തിക്കാനുള്ള കഴിവിനെ അത് കുറയ്ക്കുന്നു, ചിലപ്പോൾ ഇല്ലാതാക്കുന്നു. റീസണേഴ്സ് കം ടു എ പോയിന്റ് വെൻ ദേ ക്യാൻ നോ ലോങ്ങർ റീസൺ ആൻഡ് ദ സ്ലൈറ്റസ്റ്റ് മെൻ്റൽ എഫേർട്ട് ബ്രിങ്സ് ഓൺ വെർട്ടിഗോ. അപ്പോൾ റീസണേഴ്സ് എന്ന് പറയുമ്പോൾ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്നവർ, ബുദ്ധിജീവികളൊക്കെ എന്നൊക്കെ തെറ്റായി പ്രയോഗിക്കുന്ന ഒരു കാര്യം റീസണേഴ്സാണ്. ശാസ്ത്രത്തിലാകാം, തത്വചിന്തയിലാകാം, ചികിത്സയിലാകാം, എല്ലായിടത്തും യുക്തി പ്രയോഗിക്കേണ്ടവരാണ് ഗവേഷകർ. അവർക്കൊക്കെ ആ യുക്തി പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ട് ചെറിയൊരു മാനസിക അല്ലെങ്കിൽ ബൗദ്ധിക പ്രയത്നം കൊണ്ടുപോലും അയാൾക്ക് തലകറക്കം ഉണ്ടാകുന്നു, വെർട്ടിഗോ ഉണ്ടാകുന്നു. ഹീസ് ഫാറ്റിഗ്ഡ്, ആകെ തളർന്നു പോകുന്നു. ഓൾ സിംപ്റ്റംസ് ആർ വേഴ്സ് ആഫ്റ്റർ സ്ലീപ്പ്. അവിടെ ഒരു കുഴപ്പം. ഉറക്കം കഴിയുമ്പോൾ ഒരു നറിഷ്മെൻറ്റ് ഉണ്ടാകുന്നതിന് പകരം ഉറക്കം കഴിയുമ്പോൾ എല്ലാ ലക്ഷണങ്ങളും കുഴപ്പത്തിലാകുന്നു. മറ്റ് ചില ഔഷധങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് റെസ്റ്റഡ് ഫോർ ദ ഡേ ഹി വേക്കൻസ് ഇൻ ദ മോർണിംഗ് വിത്ത് മെൻ്റൽ ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ പകല്
മുഴുവൻ അയാൾ വിശ്രമിച്ചു, രാത്രി ഉറങ്ങി. അപ്പോൾ മൊത്തത്തിൽ ഒരു വിശ്രമമാണ്. എങ്കിൽ പോലും പ്രഭാതത്തിൽ ഉണരുമ്പോൾ എന്താണ് അവസ്ഥ? മെൻ്റൽ ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്, മനസ്സാകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ലേബർ മതി അയാളുടെ മനോമണ്ഡലം, ബൗദ്ധിക മണ്ഡലം ഒക്കെ കുഴപ്പത്തിലാകാൻ. സോ ദാറ്റ് ഹി ക്യാൻ ഹാർഡ്ലി മൂവ് ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ദാറ്റ് ഇസ് ഗെറ്റ്സ് ഹിംസെൽഫ് ടുഗദർ ഫോർ എ മെൻ്റൽ ഓർ ഫിസിക്കൽ എഫർട്ട് ഓഫ് അനദർ ഡേ. ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് ശരിക്കും റിഫ്രഷ്ഡ് ആകുന്ന അവസ്ഥയിലും അയാൾ പിന്നെ എന്തെങ്കിലും ഒരു ശാരീരികമോ മാനസികമായിട്ടുള്ള പ്രയത്നം ആ രണ്ടാം ദിവസം ചെയ്യണമെങ്കിലും അയാൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനത്തെ ഒരു ലഥാർജിയിലേക്ക് ആളെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഇഫ് ഹി അണ്ടർടേക്സ് ടു ഡു എനി മോർ മെൻ്റൽ വർക്ക് ഹി ഗെറ്റ്സ് എ ഹെഡേക്ക്. അയാൾ ഇനിയും എന്തെങ്കിലും മാനസിക അധ്വാനം ചെയ്യാൻ പോവുകയാണെങ്കിൽ അയാൾക്ക് തലവേദന വരും. തലകറക്കം നേരത്തെ പറഞ്ഞു, തലവേദനയും. ഹെഡേക്സ് മോസ്റ്റ്ലി ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ഹെഡ് ബട്ട് ഓൾസോ ഇൻ ദ ഓക്സിപ്യൂട്ട്. അനദർ സ്ട്രേഞ്ച് ഫീച്ചർ അബൌട്ട് it is full of rending, tearing pains along the nerves, predominantly of the lower extremities. നാഡികളുടെ ആ പോകുന്ന പാതകളിലൊക്കെ അയാൾ വല്ലാതെ പ്രയാസത്തിലാക്കുന്ന വലിച്ചു കീറുന്ന തരം വേദനകളുണ്ട്. അത് കാലുകളിലേക്ക് പോകുന്ന നാഡികളിലാണ് ഇത് കൂടുതലും വരുന്നത്. ടീറിങ് ആസ് ഇഫ് ദ നെർവ്സ് വുഡ് ബി ടോൺ ഇൻ പീസസ് ഡ്യൂറിങ് റെസ്റ്റ്. വിശ്രമിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അഗ്രവേഷൻ, ന്യൂറോളജിക് പെയിൻസ്. വിശ്രമിക്കുന്ന സമയത്ത് ഇറ്റാലിക്സിലുമാണ് അവിടെ വല്ലാതെ വലിച്ചു കീറുന്ന തരത്തിലുള്ള വേദനകൾ. കോൾഡ് ഡാം വെതർ, സ്റ്റോമി വെതർ വിൽ ബ്രിങ് ഓൺ റൊമാൻറ്റിസം. തണുപ്പുള്ള ഈർപ്പമുള്ള കാറ്റൊക്കെ അടിക്കുന്ന, കൊടുങ്കാറ്റൊക്കെ അടിക്കുന്ന, അമേരിക്കയിലാണെങ്കിൽ ഈ ഹറിക്കെയിൻസും മറ്റൊക്കെ ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റോമി വെതർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകളിലൊക്കെ ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ വരും. നോട്ട് സോ മച്ച് വിത്ത് ദ സ്വെല്ലിങ് ഓൾദോ ഹി ഹാസ് ഇറ്റ്. അപ്പോൾ അയാളുടെ നീർക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ബന്ധപ്പെട്ടില്ല. ബട്ട് പെയിൻസ് അപ്പാരൻ്റ്ലി ഇൻ ദ കാർട്ടിലേജസ്. പക്ഷെ വേദന വരുന്നത് ഈ തരുണാസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ടാണ്, സന്ധികളിൽ, കാത്, മൂക്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഫ്രം ബിക്കമിങ് ചിൽഡ്, വല്ലാതെ തണുപ്പ് അടിക്കുന്നതുകൊണ്ട്. ഇൻ ദ ജോയിൻസ് ആൻഡ് ഇൻ ദ നെർവ്സ് സോ ദാറ്റ് ഹി വാക്സ് ആൻഡ് വാക്സ്. അപ്പോൾ ഈ തണുപ്പടിച്ചിട്ട് അയാൾ ഇങ്ങനെ നടക്കും, അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് നടക്കും. കാരണം റെസ്റ്റ് അയാൾക്ക്, വിശ്രമം അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പതുക്കെ നടക്കുന്നത് അയാൾക്ക് നല്ലതാണ്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. Many symptoms are better from motion and especially walking. So tired and exhausted, but the pain is so severe that it drives him to walk. ആളുമല്ല ക്ഷീണിതനാണ്, പക്ഷേ ഈ വേദന അയാൾക്കുണ്ട്. വേദന മറികടക്കണമെങ്കിൽ അയാൾ നടന്നേ പറ്റൂ, എങ്ങനെയെങ്കിലും അയാൾ നടക്കും. These pains are many times palliated by copious draughts of coffee, and this will suppress the sickness and leave upon him all sorts of difficulties under which he is threatening with breakdown, and in time he becomes almost useless. അപ്പോൾ ഈ വേദനകൾ അയാൾ ധാരാളം കാപ്പി കുടിച്ചാൽ വേദനക്ക് ശമനമുണ്ട്. അപ്പോൾ ഈ പ്രയാസങ്ങൾ വരുമ്പോൾ അയാൾ കാപ്പി കുടിക്കും, കാപ്പി കുടിക്കാൻ തീരും. അങ്ങനെ കാപ്പി കുടിച്ച് ഇത്തരം ലക്ഷണങ്ങളൊക്കെ സപ്രസ് ചെയ്ത് അയാളെ കൊണ്ട് ഒന്നിനും പറ്റാത്ത, ഇയാളെ കൊണ്ട് ഒന്നും കൊള്ളാത്തൊരവസ്ഥ വരെ ഇയാൾ എത്തിച്ചേരും. ഉള്ള തകർന്നൊരവസ്ഥ വരും. മെൻ്റൽ വീക്ക്നെസ്, ഫിസിക്കൽ പ്രസ്റ്റേഷൻ, കൊട്ടേഷനാണ്. മനസ്സിൻ്റെ ക്ഷീണം, ശാരീരികമായിട്ട് തളർന്ന അവസ്ഥ. റണ്ടിങ്, ടിയറിങ് പെയിൻസ്, അത് വല്ലാതെ കുഴപ്പത്തിലാക്കുന്ന വലിച്ചു കീറുന്ന തരത്തിലുള്ള വേദനകൾ. അഫെക്ഷൻസ് ഓഫ് ദ ജോയിൻസ്, ദ കാർട്ടിലേജ് ഓഫ് ദ ജോയിൻസ്, സന്ധികളിലെ തരുണാസ്ഥികളിലൊക്കെ പ്രയാസങ്ങൾ. ടിയറിങ് പെയിൻസ് അലോങ് ദ ബോൺസ്, അസ്ഥികളുടെ ഭാഗത്തൊക്കെ വലിച്ചു കീറുന്ന വേദനകൾ. ആൻഡ് ഹീസ് റിയലി എ റക്ക് ആൻഡ് ഓൾഡ് ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ വെൻ ഹീസ് യെറ്റ് യങ്. ചെറുപ്പമാണ് ആള് എങ്കിൽ പോലും പ്രായമായി ആകെ തളർന്ന ആവശ്യമായ ഒരാളുടെ ഒരു അവസ്ഥ വരുന്നു. കൊട്ടേഷനാണ്. എ മാൻ ഓഫ് 40 ഈസ് ലൈക്ക് വൺ ഓഫ് 80. 40 വയസ്സുള്ള ആൾ 80 വയസ്സുകാരത്തെ പോലെ തോന്നിക്കും. പല ഔഷധങ്ങളിലും ഈ അവസ്ഥ കണ്ടിട്ടുണ്ട്, പ്രിമേച്ചർ ഓൾഡ്നസ് പോലെ. അപ്പോൾ അതിൻ്റെ പൊതു അവസ്ഥ നോക്കിയിട്ട് വേണം ഈ ഒരു ലക്ഷണത്തെയും നമ്മൾ പരിഗണിക്കാൻ. അല്ലാതെ ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുത്താൽ കാര്യമില്ല. കാരണം പല ഔഷധങ്ങളും നമുക്കുണ്ട്, കൃത്യമായിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്യണം. ഓൾ ദീസ് പെയിൻസ് ആർ ബെറ്റർ ഫ്രം മോഷൻ. ഈ എല്ലാ വേദനകളും ചെറിയ ചലനം കൊണ്ട് മെച്ചപ്പെടും. സ്ട്രോങ് മൊഡാലിറ്റിയാണ്. എഗെയിൻ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഇൻഫിൽട്രേഷൻസ്. പലതും ഒക്കെ വന്നടിഞ്ഞ് കട്ടിയാകുന്നൊരു പ്രവണതയും അർജുനൻ മെറ്റാലിക്കത്തിലുണ്ട്. ഇൻഫ്ലെയിംഡ് കാർട്ടിലേജസ് ഇൻഫിൽട്രേറ്റ് ആൻഡ് ഫോം ഇൻ ടു ഹാർഡ് നോട്ട്സ്. ഈ തരുണാസ്ഥികളിൽ ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ട് അവിടെ കട്ടിയുള്ള കല്ലിപ്പുകൾ രൂപപ്പെടുന്നു. എ സൂപ്പർ അബണ്ടൻസ് ഓഫ് കാർട്ടിലേജിനസ് ടിഷ്യൂ so that round about the joints the cartilages are
തിക്കൻസ്. അപ്പോൾ ഈ തരുണാസ്ഥിയോട് ബന്ധപ്പെട്ട കോശങ്ങൾ, കലകൾ, അതിൻ്റെ ധാരാളിത്തം കൊണ്ട് സന്ധികളിലൊക്കെ ഇത് വന്ന് അടിഞ്ഞിട്ട് അവിടെയൊക്കെ സന്ധികളിലൊക്കെ തരുണാസ്ഥികൾ കട്ടിയാകുന്നു. ഇൻ ദ ഇയർ ആൻഡ് നോസ് ദ കാർട്ടിലേജ് ഈസ് തിക്കൻസ്. മൂക്കിലും കാതിലും ഒക്കെ ഉള്ള തരുണാസ്ഥികൾ കട്ടിയാകുന്നു. ദ ഇൻഫിൽട്രേഷൻ ദാറ്റ് ബിലോങ്സ് ടു എപ്പിത്തീലിയോമ. ഈ തൊലികളിൽ വളരെ മോശമായ കല്ലിപ്പുകൾ, മുഴകൾ ഉണ്ടാകുന്ന അവസ്ഥ, സ്കിൻ ക്യാൻസർ എന്നൊക്കെ പറയുന്ന അവസ്ഥ എന്ന് പറയാം. ഇറ്റ് ഹാസ് ബീൻ എ വണ്ടർഫുൾ പാലിയേറ്റീവ് ഇൻ സിറസ് ആൻഡ് ഇൻ എപ്പിത്തീലിയോമ. അപ്പം ഇത്തരം സ്ഥലങ്ങളിലും വയറ്റിലുമൊക്കെ ഉണ്ടാകുന്ന മാരകമായ മുഴകളുടെ അവസ്ഥയിൽ, തൊലിയിലുണ്ടാകുന്ന മുഴകളുടെ അവസ്ഥയിൽ അർജന്റീൻ മെറ്റാലിക്ക് നല്ലൊരു പ്രശമന ഔഷധമായിട്ട്, നല്ല പാലിയേറ്റീവായിട്ട് പ്രവർത്തിക്കും. അൾസറേഷൻ എവരിവെയർ, ബട്ട് അൾസേഴ്സ് ദാറ്റ് ഹാവ് their beginning in the cartilaginous tissue and break out through the cellular tissue and copiously discharge. അപ്പോൾ ഈ എല്ലായിടത്തും വ്രണങ്ങളുണ്ട്. വിശേഷിച്ചും തരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് ഈ വ്രണങ്ങൾ കൂടുന്നത്. ഈ വ്രണങ്ങൾ ഇത് ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിലാണല്ലോ, അത് പുറത്തേക്ക് സാധാരണ കോശങ്ങളിലൂടെ അത് പൊട്ടി പുറത്തു വരുന്നു, ഡിസ്ചാർജ് ഉണ്ടാകുന്നു. The ulcers infiltrate at their base and becomes hard. ഈ വ്രണങ്ങളുടെ അടിഭാഗത്തും ഇങ്ങനെ കട്ടിയുണ്ടായിട്ട് അവിടെ നല്ല കല്ലിപ്പായിട്ട് തീരുന്നു. Another marked feature is that it affects both testes. രണ്ട് വൃഷണങ്ങളെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് മറ്റു പ്രശ്നം. ബട്ട് ഇറ്റ് ഹാസ് എ പ്രൊഡോമിനൻ്റ് ആക്ഷൻ ഓൺ ദ റൈറ്റ്. എങ്കിലും വലത് വൃഷണത്തിലാണ് അർജന്റീൻ മെറ്റിനത്തിൻ്റെ കൂടുതലായുള്ള പ്രവർത്തനം. ദ ലെഫ്റ്റ് ഓവറി ആൻഡ് ദ റൈറ്റ് ടെസ്റ്റിസ്. പക്ഷേ സ്ത്രീകളിൽ അണ്ടാശയം വരുമ്പോൾ ഇടത് ഓവറിയാണ്, ഇടത് അണ്ടാശയവും പുരുഷന്മാരിൽ വലത് വൃഷണവും. സച്ച് തിങ്സ് ആർ സിമിലർ ദാറ്റ് ഇൻ വൺ സെക്സ് ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് സിംറ്റംസ് ഇൻ വൺ സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ഇൻ ദ അതർ സെക്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്ത ഭാഗങ്ങളെ ബാധിക്കുക എന്ന ലക്ഷണം കൂടി അർജന്റീൻ മെറ്റാലിക്കത്തിലുണ്ട്. വളരെയധികം പ്രയോഗമുള്ള ഔഷധമാണിത്. നല്ലൊരു ആൻറ്റിസോറിക്കും ആൻറ്റി സൈക്കോട്ടിക്കുമാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രയോഗങ്ങൾ വരും. നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.